UDF മരുന്ന് കമ്പനികളിൽ നിന്ന് പണം വാങ്ങിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതെന്ന് ആറന്മുളയിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ ഗുരുതര ആരോപണം. ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഉണ്ടെന്നും വീണ ജോർജ് 24നോട് പറഞ്ഞു. UDF ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്നതിന് കൃത്യമായ കണക്കുണ്ടെന്ന് ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി പ്രതികരിച്ചു. എല്ലാ കാര്യങ്ങളും സുതാര്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിലുണ്ടെന്ന് അബിൻ വർക്കി 24നോട് പറഞ്ഞു. 5 വർഷമായി ആരോഗ്യവകുപ്പിനും അതിന് ചുമതല വഹിക്കുന്ന എനിക്കുമെതിരെ നടക്കുന്ന അതിക്രൂരവും ഭീകരവുമായിട്ടുള്ള ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത്രയും നേട്ടങ്ങൾ ഉള്ള ഒരു ആരോഗ്യവകുപ്പിനെ അറ്റാക്ക് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ ഇലക്ഷന് കോൺഗ്രസിൻ്റെ ഫണ്ട് മരുന്ന് കമ്പനികളിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. 1750 ചെറിയ സ്വകാര്യ ആശുപത്രികൾ ഇവിടെ പൂട്ടിപ്പോയി. അപ്പോൾ പിന്നെ എവിടെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത്? സർക്കാർ ആശുപത്രികളിൽ. സർക്കാർ ആശുപത്രികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ രോഗികളെ അവിടെ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളെ അതിലൂടെ തകർത്ത് രോഗികളെ മറ്റിടങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കാം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണം സ്വീകരിക്കുന്നതൊക്കെ കൃത്യമായ അക്കൗണ്ട് മുഖേനയായിരിക്കും. അതൊക്കെ ഇലക്ഷൻ കമ്മീഷനും മറ്റ് പാർട്ടികളും ഒക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതൊക്കെ പരിശോധിച്ചാൽ അറിയാവുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ലോബിയുടെ ഒരു ഡ്യൂബിയസ് ലോബിയുടെ നിന്ന് അക്കൗണ്ടിൽ കാശ് മേടിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലൊന്നും ഇടാൻ പറ്റില്ലല്ലോ. ഈ സൈബർ ആക്രമണം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരു കാരണം ഞങ്ങളുടെ പാർട്ടിയിലോ ഞങ്ങളുടെ പ്രവർത്തകരാരും അതിന് മുതിരുന്നവരല്ല. മരുന്ന് കമ്പനിയുടെ കയ്യിൽ നിന്ന് UDF പണം വാങ്ങിയ ആരോപണത്തിന് UDF ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്നതിന് കൃത്യമായ കണക്കുണ്ടെന്നാണ് UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിയുടെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.